രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഡോക്ടർ സന്തുകുമാറിനേക്കാൾ തടിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണ മോതിരങ്ങൾ, വിലപിടിച്ച സെൻറ്റിൻ്റെ പരിമളം, ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ രോഗി ഒരു ദരിദ്രനായിട്ടുള്ള രോഗിയായിരുന്നു. അദ്ദേഹം ഒരു പ്രതീക്ഷയോടുകൂടി ഡോക്ടർ കൊടുത്ത മരുന്നുകളൊക്കെ കൊണ്ടുപോയി എന്ന് നമ്മൾ പറഞ്ഞു. ശരി, അടുത്ത് നോക്കുക. ഒരു തടിച്ചു കൊടുത്ത ഒരു രോഗി കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണമോതിരങ്ങൾ. അത് തന്നെ എന്തിൻ്റെ തെളിവാണ്? അദ്ദേഹം ഒരു ധനികനാണെന്ന് നമുക്ക് പറയാം അല്ലേ? ഓക്കെ. വില പിടിച്ച സെൻറ്റിൻ്റെ പരിമളം എന്നാൽ എന്താണ് അർത്ഥം? സുഗന്ധം എന്നുള്ളതാണ് പരിമളം എന്ന വാക്കിൻ്റെ അർത്ഥമുള്ളതാണ്. പിന്നെന്താണ്? ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം. നല്ല ചന്ദനത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സന്തുകുമാറിൻ്റെ OPയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ. അപ്പോൾ അവരുടെ ആ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, എന്തൊക്കെയോ നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണെന്ന് ഉള്ളത് അല്ലേ. കാരണം ദരിദ്രൻ കയറി വന്നപ്പോൾ അത്രയും ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ അല്ലേ. ഡോക്ടറിൻ്റെ ആ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലായതിന് ശേഷമാണ് ഒരു ദയവ് തോന്നിയത് തന്നെ. പക്ഷേ ഇവിടെ വിപരീതമായിട്ട് കയറി വന്നപ്പോൾ തന്നെ നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് അത്രയും പരിചയമുള്ള വ്യക്തിയോട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓപ്പണായിട്ട് സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തമാശ രൂപേണ എന്തെങ്കിലും ചോദിക്കുകയുള്ളൂ. നമുക്ക് അറിഞ്ഞുകൂടാത്ത അപരിചിതനായിട്ടൊരു വ്യക്തിയാണ് വന്നതെങ്കിൽ നമ്മൾ ഇത്രയും ഒരു പരിചിതമായിട്ടുള്ള വാക്യങ്ങളോ അല്ലെങ്കിൽ അയാളെ കളിയാക്കിക്കൊണ്ടോ എന്തെങ്കിലും ഒരു സംസാരിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല അല്ലേ. ഇയാളെ കാണുമ്പോഴൊക്കെ സന്തുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത്. കുശലാന്വേഷണം മീൻസ് എന്താണ്? കുസൃതികരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം എന്ന് പറയുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ അന്വേഷിക്കുക, അതാണ് കുശലാന്വേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹാ ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ്. ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു, പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ദൈവമേ, എനിക്കെന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാര ഉണ്ടാകുക? ധനികൻ്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത്. അദ്ദേഹത്തിൻ്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കുമുണ്ട്. പലരും കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. ശ്രദ്ധിച്ച ഒരു കാര്യം, എന്തൊക്കെയാണ് നമ്മുടെ ധനികൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഡോക്ടറിനെ സമീപിച്ചിട്ട്? പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ഇതൊക്കെ ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന ഒരു ജീവിതശൈലി രോഗങ്ങളാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരു കാലം വരെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഉള്ള അസുഖം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാലം വരെയും ഇതൊക്കെ ധനികരുടെ മാത്രം അസുഖങ്ങളായിരുന്നു, പണക്കാരുടെ മാത്രം രോഗങ്ങളായിരുന്നു. അതുതന്നെയാണ് ഇവിടെ ആർക്കും വേണ്ടത്? ഈ ധനികനും വേണ്ടത്. അയാളുടെ ആവശ്യവും അതുതന്നെയാണ്. എന്നാണ് എനിക്ക് ഇത് അസുഖങ്ങളൊക്കെ വരിക? എൻ്റെ മിക്ക സുഹൃത്തുക്കൾക്കും ഇത്തരം അസുഖങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ കാലയവനികയ്ക്കുള്ളിൽ. കാരണം അവിടെ അർത്ഥം എന്താണ് പറയുന്നത്? മരണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടറിന് സംശയം, മരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത്? സന്തുകുമാർ ചോദിച്ചു. പതിവായുള്ള ചോദ്യം. മരിക്കുകയൊന്നും വേണ്ട, എനിക്ക് വേണ്ട നല്ല നല്ല രോഗങ്ങളാണ്. എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കുമില്ല ഒരു ഗുളിക കഴിക്കാൻ പൂതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആദ്യത്തെ വ്യക്തിയെക്കാളും എന്തുകൊണ്ടും പലതരത്തിലും വ്യത്യാസമാണ് ഇവിടെ രണ്ടാമത്തെ രോഗി എന്ന് പറയുന്നത്. ആദ്യത്തെ രോഗിക്ക് ഡോക്ടർ ഫ്രീ ആയിട്ട് മരുന്നുകൾ കൊടുത്തപ്പോൾ അയാൾ സന്തോഷത്തോടെ പോയി, ഒരു പ്രതീക്ഷയുണ്ടായി. വിശപ്പ് മാത്രമാണ് അസുഖം എന്ന് കേട്ടപ്പോൾ. പക്ഷേ ഇവിടെ ധനികനായ രോഗിക്ക് എന്താ വേണ്ട? മരുന്നുകൾ കഴിക്കണം. ഞാൻ ഇത്തിരി അത്യാവശ്യം മരുന്നൊക്കെ കഴിക്കേണ്ടതെന്ന് 4 ആളെ കാണിക്കണം അല്ലേ. അതാണ് ഒരു പണക്കാരൻ്റെ ഒരു ലക്ഷണമാണ് അതെന്നുള്ള ചിന്തയാണ് ഇവിടെ ധനികന് വരുന്നത്. ധനികൻ്റെ കാതിലുള്ള വൈരക്കല്ല് വെച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു. കടുക്കൻ മീൻസ് കമ്മൽ എന്നുള്ളതാണ്. വൈരക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? വജ്രക്കല്ല്, ഡയമണ്ട് എന്നുള്ളതാണ്. ലാല, എന്തിനാണ് ഈ കടുക്കൻ? ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക്, അവർക്ക് നല്ല ചേർച്ചയായിരിക്കും. ഇല്ല, ഞാനിത് ഊരുകയില്ല. പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ. സന്താനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുത്രൻ അല്ലെ മകൻ, മക്കൾ എന്നുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇല്ല, ഞാനിത് ഊരുകയില്ല. പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കടുക്കണിട്ട് തന്നതെന്ന് പറയണം. സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും. അത്രയും അടുപ്പത്തിലാണ് അവർ. OPയിലെ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി. ശരി, ഒരു പിടി സമയം അപഹരിക്കുക മീൻസ് എന്താണ്? ഈ ധനികന്
എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടാണോ ഡോക്ടറിനെ സമീപിച്ചത്? ഇല്ല. നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് ഡോക്ടറിനെ സമീപിക്കാറുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ധനികൻ്റെ ആവശ്യം എന്താണ്? ഇതെല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്യുക. ചെക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് എന്തെങ്കിലും രോഗം ഉണ്ടാവുക, എന്നിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ മറ്റു രോഗികളെല്ലാം കാത്തിരിക്കവേ ഈ ധനികൻ കയറി പോയതുകൊണ്ടും നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭാഷണ രൂപത്തിൽ നടന്നതുകൊണ്ടും മാത്രമാണ് എന്ത് പറയുന്നത്, സമയം അപഹരിച്ചു എന്ന് പറയുന്നത്. അപഹരിക്കുക മീൻസ് എന്താണ്? മോഷ്ടിക്കുക, പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ധനികനും പരിവാരം മീൻസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു സംഘം 1-2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് പരിവാരം എന്ന് പറയുന്നത്. ഇറങ്ങി. അപ്പോൾ ഇതാണ് കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ളവരെ പരിചയപ്പെട്ടു. ഒന്ന് ദരിദ്രനായിട്ടുള്ള ഒരു രോഗിയും ഒന്ന് ധനികനായിട്ടുള്ള രോഗിയും ഇല്ലേ? ഓക്കെ. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടവന് പായ കിട്ടാനിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാനിട്ടും എന്നല്ലേ ചൊല്ല്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇവിടെ ആരാണ് ഉണ്ടവൻ? ഉണ്ടവൻ നമുക്ക് ആരെ പറയാം? നമ്മുടെ ധനികനായിട്ടുള്ള രോഗിയെ പറയാം അല്ലേ? ആ ഉണ്ടവൻ എന്താണ്? പായ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്താണ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ക്ഷീണം ഉണ്ടായി എവിടെയെങ്കിലും കിടന്നുറങ്ങാം അല്ലേ? പക്ഷേ ഉണ്ണാത്തവൻ എന്താണ്? ഇല കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇവിടെ ഉണ്ണാത്തവനായിട്ട് നമുക്ക് ആരെ പറയാം? ദരിദ്രനായിട്ടുള്ള രോഗിയെ പറയാം ഇല്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥയുടെ ആശയം, പ്രത്യാശയുടെ കിരണങ്ങൾ. എല്ലാവരും വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക, ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും.